മാന്യ സുഹൃത്തുക്കളെ, റൂൾ ഓഫ് ലോയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് നിങ്ങളെ ഏവരെയും സഹർഷം അവനെയും സ്വാഗതം ചെയ്യും. ഈ എപ്പിസോഡ് നമ്മൾ നാളിതുവരെ പറഞ്ഞു വന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ദിശ മാറ്റത്തോടുകൂടിയാണ് റൂൾ ഓഫ് ലോ ആരംഭിക്കുന്നത്. ക്രിമിനൽ കേസുകളിൽ അഭിഭാഷകരുടെ സാമർഥ്യം കൊണ്ടോ സുപ്രീം കോടതി, ഹൈക്കോടതി മുതലായ കോടതി വിധികൾ ഉദ്ധരിച്ചും പലപ്പോഴും കുറ്റവാളികളെ നിരപരാധികളാക്കി കുറ്റകൃത്യങ്ങളിൽ നിന്ന് മോചനം നൽകി അവരെ വെറുതെ വിടുന്ന ഒരു സാഹചര്യമാണ് കോടതികളിലുള്ളത്. എന്നാൽ ഇരകളായി മാറുന്ന, പരാജിതരായി മാറുന്ന വാദി, അന്യായക്കാരൻ അഥവാ ആർക്കാണോ നഷ്ടം സംഭവിച്ചത് അവർക്കൊക്കെ കേസുകളിൽ വിജയിക്കാൻ കഴിയാതെ പോകുന്ന ഒരു സാഹചര്യം. അതെന്താണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ അടിസ്ഥാന ഘടകം നമ്മുടെ രാജ്യത്തെ നിയമം ആംഗ്ലോ സാക്സൺ നിയമത്തിൻ്റെ പിന്തുടർച്ചയാണ്. ഇവിടെ സ്റ്റേറ്റാണ് പ്രോസിക്യൂട്ട് ചെയ്യുന്നത്. വേറെ വിധത്തിൽ പറഞ്ഞാൽ എല്ലാ കേസുകളിലെയും വാദി, ആ കേസിലെ അന്യായക്കാരൻ, വാദി, അത് നടത്തുന്നത്, പ്രോസിക്യൂട്ട് ചെയ്യുന്നത് സ്റ്റേറ്റാണ്. മറ്റൊരു തരത്തിൽ അതിനെ വീക്ഷിച്ചാൽ ഓരോ കുറ്റകൃത്യവും ഓരോ വ്യക്തിയും അല്ലെങ്കിൽ ഒരു സമൂഹമോ അല്ലെങ്കിൽ ഒരു കൂട്ടം ടെററിസ്റ്റുകളോ ഭീകരവാദികളോ ആരായാലും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് സമൂഹത്തോടുള്ള, ഭരണഘടനയോടുള്ള, ഭരണത്തോടുള്ള, സംവിധാനത്തോടുള്ള, ജനജീവിതത്തോടുള്ള ഒരു വലിയ വെല്ലുവിളിയാകുകയും ഭീഷണിയാകുകയും ചെയ്യുന്നത് കൊണ്ട് അവ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റുകൾക്കോ ആണ് ഉത്തരവ്. ചുരുക്കത്തിൽ എല്ലാ ക്രിമിനൽ കേസുകളുടെയും, ഒന്നൊഴിയാതെ വരുന്ന എല്ലാ ക്രിമിനൽ കേസുകളുടെയും വാദി നിയമപരമായി ആ കേസ് പ്രോസിക്യൂട്ട് ചെയ്യുന്നത് സ്റ്റേറ്റാണ്. അതിനുള്ള സംവിധാനമെന്ന് പറയുന്നത് കോടതികളിൽ സ്റ്റേറ്റിന് വേണ്ടി സംസാരിക്കുന്ന, സ്റ്റേറ്റിൻ്റെ നാവായി കോടതികളിൽ ഈ സാധാരണക്കാരന് വേണ്ടി ഹാജരാവുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർ. സാധാരണ ക്രിമിനൽ കോടതികളിൽ, അതായത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, ഈ മജിസ്ട്രേറ്റ് എന്ന പദം ഉള്ള കോടതികളിൽ ഹാജരാവുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർ. APP എന്നും കീഴ്ക്കോടതികളിലും, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, പഴയ ജില്ലാ മജിസ്ട്രേറ്റ് കോടതികളിൽ വരുന്നവരെ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ എന്നും അറിയപ്പെടും. അത് ഉയർന്നുയർന്ന തസ്തിക ഹൈക്കോടതിയിലാണെങ്കിൽ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ആണ്. അദ്ദേഹമാണ് ഈ ക്രിമിനൽ നടപടികളിൽ, ശിക്ഷണ നടപടികൾ സ്വീകരിക്കുന്ന കോടതികളിലെ കാര്യങ്ങൾ, അപ്പീലൊക്കെ വരുമ്പോൾ ഹാജരാവുന്നത് ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻസ് ആണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സെഷൻസ് കോടതികളിൽ, ജില്ലാ ആൻഡ് സെഷൻസ് എന്നാണല്ലോ, ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതികളിൽ സെഷൻസ് കേസുകൾ നടത്തുന്ന അഭിഭാഷകനെ, സർക്കാർ ഭാഗം അഭിഭാഷകനെ GP, ഗവൺമെൻറ് പ്ലീഡർ എന്നാണ് പറയുക. ഈ ഗവൺമെൻറ് പ്ലീഡറും സർക്കാരിന് വേണ്ടി സംസാരിക്കുകയും കേസ് നടത്തുകയും ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്ന ആളാണ്. എന്നാൽ നമ്മുടെ സംവിധാനത്തിൽ മറ്റൊരു വസ്തുതയുണ്ട്. നമുക്ക് പ്രകടമായി തോന്നാത്ത, കാണാത്ത മറ്റൊരു വസ്തുത. ഓരോ കേസുകളിൽ, ഉദാഹരണം, ഒരു സ്ത്രീധന പീഡന കേസുണ്ടായെന്ന് വയ്ക്കും. ആ കേസ് നടത്തുന്നത് പ്രോസിക്യൂട്ടറാണെങ്കിലും പരാതിക്കാരി ജീവിച്ചിരിപ്പുണ്ടാവാം, ചിലപ്പോൾ വധിക്കപ്പെടാം, ചിലപ്പോൾ കൊന്നു കുഴിച്ചു മൂടപ്പെടാം. അതിൽ നഷ്ടപ്പെടുന്ന ഒരു കുടുംബം, വേദനിക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സമൂഹം, ബന്ധുമിത്രാദികൾ ഒക്കെയുണ്ട്. അവർക്ക് ഈ കേസിൻ്റെ നടത്തിപ്പിൽ കാര്യമായ പങ്കില്ല, അഥവാ അവരെല്ലാം സാക്ഷികളാണ്, പ്രോസിക്യൂഷൻ വിറ്റ്നസ്സുകളാണ്. വാദി വിഭാഗം സംസ്ഥാനത്തിന് വേണ്ടി നടത്തുന്ന കേസുകളിലെ വാദി ഭാഗം സാക്ഷികളാണ്. ഈ സാക്ഷികളുടെ
സാക്ഷിമൊഴികളുടെയോ തെളിവുകളുടെയോ അഭാവത്തിൽ പലപ്പോഴും ഇതിലെ ക്രിമിനലുകൾ, കുറ്റവാളികൾ രക്ഷപ്പെട്ടു പോകും. സംശയത്തിൻ്റെ ആനുകൂല്യം ലഭിച്ച് അവരെപ്പോഴും നിയമത്തിൻ്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുകയാണ് പതിവ്. മതിയായ തെളിവില്ലാതെ പൂർണ്ണമായും സംശയാസ്പദമായി തെളിയിക്കപ്പെടാത്തതിനാലാണ് പലരും രക്ഷപ്പെടുന്നത്. അവിടെ എങ്ങനെ നഷ്ടപ്പെട്ട കുടുംബത്തിന്, ഒരു ജീവൻ നഷ്ടപ്പെട്ട കുടുംബത്തിന്, സഹോദരൻ, സഹോദരി, അല്ലെങ്കിൽ മക്കൾ, കൊച്ചുമക്കൾ ഒക്കെ നഷ്ടപ്പെട്ട കുടുംബത്തിലെ രക്ഷിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും എങ്ങനെ ആ പ്രോസിക്യൂഷനെ, എങ്ങനെ കോടതിയെയും, എങ്ങനെ കേസ് നടത്തിപ്പിനെയും പ്രോസിക്യൂട്ടറെയും സഹായിക്കാം, അല്ലെ ഏതേത് വിധത്തിൽ ശ്രദ്ധിക്കണം എന്ന് പറയുന്നതിനാണ് ഇനിയുള്ള എപ്പിസോഡുകൾ ലക്ഷ്യമിടുന്നത്. കാരണം പരാതിക്കാരന്, നിരാശ്രയന്, നിരാലംബനായ, അഭ്യസ്തവിദ്യനല്ലാത്ത ഒരു പരാതിക്കാരന് ഏതേത് തലങ്ങളിൽ അയാൾക്ക് പരാജയപ്പെടാം, ആ പരാജയങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടാം എന്നും അതിനുള്ള മാർഗങ്ങൾ എന്തെന്നും ഓരോ തരം കേസുകൾ എടുത്ത് നമ്മൾ ഇഴ കീറി ഇനിയും നമ്മൾ വിവച്ഛേദിച്ച് അവയെ പരിശോധിക്കുന്ന ഒരു വിഭാഗമാണ് ഇനി ഈ റൂൾ ഓഫ് ലോയുടെ മറ്റൊരു ദിശയെന്ന് ഞാൻ ഉദ്ദേശിച്ചു. ഒരു ഉദാഹരണത്തിൽ പറയാം. ഒരു എക്സ് എന്ന് പറയുന്ന ഒരാൾ കൊല്ലപ്പെടുന്നു. ആ കൊല്ലപ്പെടുന്നത്, വധിക്കപ്പെടുന്നു. അത് ഒരു ഗൂഢാലോചന ഉണ്ടാവാം, അല്ലെ ഒരു സംഘം ആളുകൾ ആക്രമിക്കുന്നത് കൊണ്ടാവാം, എന്തിൻ്റെ പേരിൽ വേണമെങ്കിലും ആവാം, പ്രത്യയശാസ്ത്രങ്ങളുടെ പേരിലാവാം. എങ്ങനെയായാലും ഒരു ചെറുപ്പക്കാരനെ വധിച്ചാൽ ആദ്യമായി ആ കുടുംബത്തിനാണ്, ഏത് കുടുംബത്തിൽപ്പെടുന്ന ആളാണോ ആ കുടുംബത്തിനാണ് ഒരു വലിയ നഷ്ടമുണ്ടാവും. ആ നഷ്ടം നികത്താൻ ഒരുപക്ഷെ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ പ്രതികൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാനൊക്കെ പറഞ്ഞ വിധി ഉണ്ടാവാം, കോമ്പൻസേഷൻ വിധി ഉണ്ടാവാം. എങ്കിലും എങ്ങനെ നഷ്ടപ്പെട്ട കുടുംബത്തിൻ്റെ വലിയ അത്താണിയായി മാറിയിരുന്ന ഒരാളുടെ പെട്ടെന്നുള്ള കൊലപാതകത്തിൽ, അയാളുടെ വധത്തിൽ ആ കുടുംബത്തിനും ആ ബന്ധുമിത്രാദികൾക്കും ഉണ്ടാകുന്ന ഒരു വ്യഥ വേണ്ട വിധം കോടതിയെ ധരിപ്പിക്കുന്നതിന് ഒരു പക്ഷേ പ്രോസിക്യൂഷന് കഴിയാതെ പോകും. കാരണം പലതാണ്. മുഖ്യമായ കാരണം, ഈ കൊലപാതക കേസുകൾ, മർഡർ കേസുകൾ അന്വേഷിക്കുന്നത് ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥരാണ്. അതിൻ്റെ FIR രജിസ്റ്റർ ചെയ്തത് മുതൽ സംഭവസ്ഥലം പരിശോധിക്കുന്നത്, പ്രേതവിചാരണ, സാക്ഷികളുടെ വിചാരണ, സാഹചര്യ തെളിവുകൾ, പ്രതിയുടെ അറസ്റ്റ് തുടങ്ങി പല കാരണങ്ങളിലൂടെയാണ് ആ കേസിൻ്റെ, ക്രിമിനൽ കേസിൻ്റെ അന്വേഷണം നീണ്ടുപോകുന്നത്. ഈ അന്വേഷണ മധ്യേ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ വഴിതെറ്റിക്കാവുന്ന വിധത്തിലുള്ള ധാരാളം ഘടകങ്ങൾ കടന്നു വരാം. അവിടെയൊക്കെ അന്വേഷണത്തിനെ സഹായിക്കുന്നതിനും അതുപോലെ തന്നെ ഈ പരാജയങ്ങൾ, പരിമിതികൾ കോടതിയെ ധരിപ്പിക്കുന്നതിനും പ്രോസിക്യൂട്ടറെ സഹായിക്കുന്നതിന് ഒരു അഭിഭാഷകനെ വെക്കുന്നതിന് പരാതിക്കാരൻ്റെ കുടുംബത്തിന് അവകാശമുണ്ട്. പ്രതിക്ക് ഒരു വക്കീലിനെ, ഒരു അഭിഭാഷകനെ എങ്ങനെ നിയമിച്ച് തൻ്റെ കാര്യങ്ങൾ നേടാൻ കഴിയും, നിയമപരമായി നേടാൻ കഴിയുമോ, അതേപോലെ തന്നെ പരാതിക്കാരൻ്റെ കുടുംബത്തിനും നഷ്ടപ്പെട്ടവൻ്റെ കുടുംബത്തിനും ഒരു അഭിഭാഷകൻ്റെ സേവനം തീർച്ചയായും സ്വീകരിക്കാം. എങ്ങനെ? കോടതിയുടെ അനുമതിയോടെ. അപ്പോൾ സ്റ്റേറ്റാണ് പരാതിക്കാരനെങ്കിലും സ്റ്റേറ്റ് ഡി ജൂറെ കംപ്ലൈനൻ്റ് ആണ്. പക്ഷേ ഡി ഫാക്ടോ, സത്യത്തിൽ, വാസ്തവത്തിൽ അതിൻ്റെ പരാതിക്കാരൻ നഷ്ടം സംഭവിച്ച കുടുംബത്തിലെ ഒരംഗമോ ഭാര്യയോ അല്ലെ ഭർത്താവോ മക്കളോ ഒക്കെ ആവാം. അവരെ ഡി ഫാക്ടോ കംപ്ലൈനൻറ്റുകൾ എന്നാണ് പറയുന്നത്. അവർക്ക് എന്താണ് നിയമസംരക്ഷണം? അവർക്കൊരു അഭിഭാഷകനെ കോടതിയുടെ അനുമതിയോടുകൂടി നിയമിക്കാം. അതിപ്പോഴത്തെ ക്രിമിനൽ പ്രൊസീജിയർ കോഡിലും
1973 നിലവിലുള്ള ക്രിമിനൽ പ്രൊസീജിയർ കോഡിലും അതിന് വകുപ്പുകളുണ്ട്. അതിന് പ്രത്യേകമായി കോടതിയെ സമീപിച്ച് ഒരു അപേക്ഷ നൽകണം. ആ അപേക്ഷ നൽകുമ്പോൾ പ്രോസിക്യൂട്ടർക്ക് അഥവാ ഗവൺമെൻറ് പ്ലീഡർക്ക് അതിൽ എതിർപ്പൊന്നുമില്ലെങ്കിൽ അദ്ദേഹത്തിനെ സഹായിക്കുന്നതിന് ഈ അഭിഭാഷകനെ നിയമിക്കുന്നതുകൊണ്ട് വിരോധമില്ല എന്ന്. പക്ഷെ അതിനൊരു പരിമിതിയുണ്ട്. ഈ പ്രോസിക്യൂഷനാണ് കേസ് നടത്തുന്നത്. സാക്ഷികളെ വിസ്തരിക്കുന്നതും ക്രോസ് വിസ്താരം ചെയ്യുന്നതും ഒക്കെ പ്രോസിക്യൂട്ടറാണ്. ക്രോസ് വിസ്താരം എന്ന് ഞാൻ പറഞ്ഞത് ഹോസ്റ്റൈലായി പോകുന്ന, പ്രതിഭാഗം ചേർന്ന് പോകുന്ന സാക്ഷികളെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. അവരെ എതിർ വിസ്താരം നടത്തേണ്ടി വരും. ക്രോസ് വിസ്താരം ചെയ്യുന്നതിനും ഒക്കെ അവകാശം പ്രോസിക്യൂട്ടർക്കാണ്. പക്ഷേ സഹായിക്കാൻ പിന്നിൽ തത്തുല്യമായ യോഗ്യതയുള്ള ഒരു നിയമവിരുദ്ധധാരി സമൂഹത്തിൻ്റെ മാത്രമല്ല ആ കുടുംബത്തിൻ്റെ ദുഃഖം ഏറ്റുവാങ്ങുന്ന ഒരു നിയമവിരുദ്ധധാരിക്ക് പ്രോസിക്യൂഷൻ അസിസ്റ്റൻസ് എന്ന ഒരു പദവിയോടുകൂടി ആ കേസിലെ സഹായിക്കാൻ പറ്റും. ഇത് അനിവാര്യമാണോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം പണ്ടൊക്കെ എന്ന് പറയുന്നത് പ്രായമുള്ളവരുടെ ഒരു പദപ്രയോഗ ശൈലിയാണ്, വിട്ടുകളയുക. കേസ് അന്വേഷണ വേളയിലും കേസിൻ്റെ കുറ്റപത്രം സമർപ്പിക്കുന്നതിനും GP-യുടെ, ഗവൺമെൻറ് പ്ലീഡറുടെയോ പബ്ലിക് പ്രോസിക്യൂട്ടറുടെയോ ലീഗൽ ഒപ്പീനിയൻ, നിയമപരമായ ഒരു ഒപ്പീനിയൻ, ഒരു അഭിപ്രായം പോലീസ് ഉദ്യോഗസ്ഥന്മാർ തേടുമായിരുന്നു. ഇപ്പോൾ മിക്ക പോലീസ് ഓഫീസേഴ്സും വളരെയധികം പഠിത്തമുള്ളവരും വളരെയധികം നിയമവിജ്ഞാനമുള്ളവരും ഒക്കെ ആയതുകൊണ്ട് പലപ്പോഴും APP-യുടെ അഭിപ്രായത്തിന് വേണ്ടിയോ GP-യുടെ അഭിപ്രായത്തിന് വേണ്ടിയോ ഫയൽ കൊടുത്തയക്കാറില്ല. അഥവാ ഒരു ഫോർമലായി എഗ്രീഡ്, അപ്രൂവ്ഡ് എന്നൊക്കെ ഒരു സർട്ടിഫിക്കറ്റോട് കൂടിയാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. എന്നാൽ അത്തരം നിയമോപദേശങ്ങൾ തലനാരിഴ കീറി പരിശോധിക്കുവാൻ കഴിയാതെ പോകുന്ന സാഹചര്യത്തിലാണ് ഈ കേസുകളൊക്കെ കോടതിയിൽ വന്ന് പലപ്പോഴും പല ഡിഫക്ട്സുകളും ന്യൂനതകളും കണ്ടെത്തുന്നത്. അത് പരിഹരിച്ച് കേസ് ഫയൽ അവസാനമാണ് കയ്യിൽ കിട്ടുന്നതെങ്കിലും ആ പഴുതുകൾ പരിശോധിച്ച് പഴുതടച്ച് കേസിൻ്റെ വിചാരണ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു അഭിഭാഷകന് കഴിയും. പ്രോസിക്യൂഷൻ അസിസ്റ്റന്റ് അയാൾ ഒരു കുടുംബത്തോട്, ഒരു സമൂഹത്തോട്, ബന്ധുമിത്രാദികളോട് നീതിപൂർവം തൻ്റെ എല്ലാ ആവനാഴിയിലെ അസ്ത്രങ്ങളെല്ലാം കോടതിയിൽ സമർപ്പിക്കുവാനും വിട്ടുപോയ കണ്ണികൾ, അതാണ് അതിൻ്റെ പ്രധാനം, വിട്ടുപോയ കണ്ണികൾ കൂട്ടിച്ചേർക്കുന്നതിന് കോടതിയെ സഹായിക്കാനും കഴിയും. അതിന് പ്രോസിക്യൂഷൻ അസിസ്റ്റൻസ് എന്നാണ് പറയുക. അത് ഏത് വകുപ്പിലാണ് പരാതി കൊടുക്കേണ്ടത്, എന്തെല്ലാം നടപടിക്രമങ്ങളുണ്ട്, ഇതെല്ലാം തുടർന്നുള്ള എപ്പിസോഡുകളിൽ ഞാൻ വിശദീകരിക്കുന്നതാണ്. നിങ്ങൾക്ക് നമസ്കാരം.